കപ്പലണ്ടി കപ്പലണ്ടി മിക്സി മിഠായി. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഒരു ചലഞ്ച് അല്ല, 3 ചലഞ്ച്. ഫസ്റ്റത്തെ ചലഞ്ചിന്റെ പേരാണ് ബോട്ടിൽ കിക്ക് ചലഞ്ച്. എന്താണ് ചലഞ്ച് എന്ന് മിക്ക ആൾക്കാർക്ക് അറിയണ്ടാവില്ല. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞു തരാം. നമ്മുടെ കയ്യിലൊരു ബോട്ടിലുണ്ട് ഗൈസ്. അപ്പൊ ആ ബോട്ടിൽ അർജുമാമൻ ആണ് പിടിക്കുന്നത്. ഞാനാണ് ഫസ്റ്റത്തെ ഞാനാണ് പറയണത്. ഞാൻ എപ്പോ സ്റ്റോപ്പ് എന്ന് പറയണം, എനിക്ക് കാണാൻ പറ്റൂല. ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ആരെ ബാക്കിലാണോ ഈ ബോട്ടിൽ നിൽക്കണത് എന്നിട്ട് ഞാനൊരു നമ്പറും പറയും, 1നും 10നും ഇടയ്ക്കുള്ള. ആ ഇടയ്ക്കുള്ള നമ്പർ പറഞ്ഞിട്ട് അത്ര അടി അവർക്ക് കിട്ടും, ആരെ ബാക്കിലാണോ ഈ ബോട്ടിൽ വന്ന് നിൽക്കണത് എന്നുണ്ടെങ്കിൽ. അതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ചലഞ്ച്, ഫസ്റ്റത്തെ ചലഞ്ച് എന്ന് പറയണത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലോട്ട് കടക്കാം. അപ്പൊ ഫസ്റ്റ് ഞാനല്ലേ? Ready? 2. കപ്പലണ്ടി കപ്പലണ്ടി മിക്സി മിഠായി. അപ്പൊ ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ചലഞ്ചിലോട്ട് കടക്കാം. രണ്ടാമത്തെ ചലഞ്ച്, സെക്കൻഡ് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്ലേറ്റില് ഒരു ഓറിയോ ഉണ്ടാവും ഗൈസ്. 2 പേരാണ് ഇതിൽ മത്സരിക്കണത്. മത്സരമാണ് കേട്ടോ, 2 പേരും കൂടെ കൂടിയിട്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് ഞാനും ദിയമോളായിരിക്കും മിക്കവാറും. ഞാനും ദിയമോളും അവിടുന്ന് എഴഞ്ഞ് വന്നിട്ട് ഇവിടെ ഈ പ്ലേറ്റില് ഓറിയോ വെച്ചിട്ടുണ്ടാവും. ഈ ഓറിയോ ഞങ്ങൾ എഴഞ്ഞ് വന്നിട്ട് വായും കൊണ്ട് എടുത്ത് തിന്നണം ഗൈസ്. കൈ ഉപയോഗിക്കാൻ പാടില്ല, കാല് ഉപയോഗിക്കാൻ പാടില്ല, മുട്ട് ഉപയോഗിക്കാൻ പാടില്ല. എഴഞ്ഞ് വരണം. അതാണ് ഗൈസ് സെക്കൻഡ് ചാൻസ്. കുറച്ച് ഇടങ്ങേറായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും നോക്കി, എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ആയി റെഡി. ഞാനും അർജുമാമനും ബിസ്ക്കറ്റിന് വേണ്ടി മത്സരിക്കാൻ പോവാതെ എഴയുകയാണ് ഗൈസ്. ഇത് ഈസി അല്ല.
ഉണ്ടാവും അല്ലേ? അതെ, ഞാൻ ഷോൾഡർ ഉപയോഗിച്ചതേ. തലേ ചവിട്ടി അർജുനന്റെ പുട്ടുപേര്. നീ മറ്റേ താറാവ് കൊണ്ടുപോയിരിക്കണത്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളാണ് ഇനി അടുത്ത് കഴിയാൻ പോകുന്നത്. എഴുയൂ. നമുക്ക് തുടങ്ങാം. ഓക്കെ സ്റ്റാർട്ട്. അത്ര പോയിന്റാണ് വയനാണ്. പോട്ടെ ബാക്കി പോട്ടെ. ബാക്കി ഇനി പോകണ്ട്, ഒന്നും പോയിന്റല്ല. ആ റെഡി 1 2 3 ദിയ കൈ പോട്ടെ. അമ്മേനെ ചവിട്ടി ഒന്ന് അമ്മേനെ ചവിട്ടി. ഇതെന്താ കൈ കൈ പുറത്ത് ദിയ എടുക്കാതല്ല. കൈ അത് പൗട്ടോ ഇവിടെ ഒരു അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് അവിടെ പകുതിയെങ്കിലും പോകുന്നു വിചാരിച്ചു. ഇജ് കുറച്ച് ഫൗള് കാട്ടിട്ടുണ്ട്. കൈ അടക്ക പോയിട്ടുണ്ട്. കൈ എന്റെ ഇങ്ങനെ ഇളക്കുണ്ട് പോണില്ല. പല്ലി ഒരു വാല് മുറിച്ചിട്ട് പോകില്ല. അവിടെ തന്നെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. മൂന്നാമത്തെ ഒരു ചലഞ്ചും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് വാട്ടർ ബലൂൺ ചലഞ്ച്. ഞാനൊന്ന് കുളിച്ചിട്ടില്ല. അത് ഞാനൊന്ന് കുളിപ്പിക്കാണ്ട്. ഓക്കെ തുടങ്ങാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ തേർഡ് ചലഞ്ച് ഇവിടെ വെച്ചിട്ടാണ് ഗൈസ്. അപ്പൊ തേർഡ് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൗള് ഫുള്ള് വാട്ടർ ബലൂൺസ് ആണ്. വാട്ടർ ബലൂൺസ് ഈ ഒരു നിറച്ച് വാട്ടർ ബലൂൺ ആണ് കേട്ടോ. അപ്പൊ പല പല കളറുള്ള ബലൂൺസ് ആണ്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റോസ് ഉണ്ട്. ഈ 4 കളറുമാണ് ഗൈസ് ഇതിലുള്ളത്. അപ്പം ദിയമോള് ഫസ്റ്റ് ഇതിന്ന് ഈ നമ്മൾ കാണാൻ പാടില്ല ഇങ്ങനെ പൊക്കിയിട്ട് ഒരു ബലൂൺ അതിന് എടുക്കണം. എടുക്കല്ല, ഒരു ബലൂൺ അതെ അതെ കളർ ആദ്യം ചൂസ് ചെയ്തിട്ട് അതിന് ബലൂൺ എടുക്കണം. എന്നിട്ട് അവള് ചൂസ് ചെയ്ത കളറാണ് കിട്ടിയതെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ പൊട്ടിക്കുക. അപ്പൊ തൊട്ടടുത്ത് ഞാനാണ് ഉള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ഇങ്ങനെ പോകും. കറങ്ങി സെക്കൻഡ് ഞാൻ ചൂസ് ചെയ്തോ. എന്താണ് പറ. തെറ്റാണെങ്കിൽ അങ്ങോട്ട് വെക്കാട്ടോ. എന്താണ് പിങ്കോ? അടി അടി അടി. ഞാനാണ് കളർ ചൂസ് ചെയ്യണത്. ചൂസ് ചെയ്യാണ് യെല്ലോ. അല്ല ഗ്രീൻ അല്ലല്ലോ. ജസ്റ്റ് മിസ്. അടുത്തത് പോട്ടെ. ഞാന് റോസ്. ഇവൻ തന്നെയാണ് വെള്ളം നിറച്ചത്. റോസൊക്കെ ഏകദേശം ഞാൻ റോസ് ആണ് കേട്ടോ. കളർ വേണം. യെല്ലോ യെല്ലോ. അല്ല ഇതല്ല ഗ്രീനാ. ഓക്കെ, ഞാനാണ് ഗൈസ് ചൂസ് ചെയ്യാൻ പോണത്. ഇവിടെ പിങ്ക്. ഓക്കെ ഞാന് റോസ്.
പൊട്ടിട്ടാ പോയത്. റോസ്. ഓക്കെ സ്ലോങ് വെച്ചിട്ട് അയ്യേറി അങ്ങനെയല്ല അമ്മ, നല്ല മുറുക്കേറിയേ. വേണ്ട 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 കഴിഞ്ഞു. അറിഞ്ഞു 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 അറിഞ്ഞു. ആരെണ്ണ വെറുതെ പൊട്ടിച്ചാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ 3 ചാലഞ്ചും ഇവിടെ കഴിഞ്ഞിരിക്കും ഗൈസ്. നമ്മുടെ ഈ ഒരു വീഡിയോ നല്ല ഫണ്ണി ആയി നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.